മർഹബ. നൈസ് അറബിക്കിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ ഒരു അറബി സ്ത്രീ അതിഥിയായി നമ്മുടെ കൂടെയുണ്ട്. അവർക്ക് പറയാനുള്ള സന്ദേശം അവതരിപ്പിക്കാൻ നമ്മളൊരു അവസരം കൊടുക്കുകയാണ്. സ്വാഭാവികമായും അറബി പഠിതാക്കളായ നമ്മെ സംബന്ധിച്ച് അവർ പറഞ്ഞ ആ മെസ്സേജ്, ആ സന്ദേശം എന്താണെന്നും അതിലുപയോഗിച്ച വാക്കുകൾ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നും വിശകലനം ചെയ്യുകയാണ് ഇന്നത്തെ നമ്മുടെ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അവർക്ക് പറയാനുള്ള സന്ദേശം എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം. في شخص أنا معجبة فيه ودي أتصل عليه وأقول أنا معجبة فيك بس مستحية. في شخص أنا معجبة فيه ودي أتصل عليه وأقول أنا معجبة فيك بس مستحية. അർത്ഥം في شخص أنا معجبة فيه, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമുണ്ട്. ഉദ്ദി അത്തസൽ അലൈഹി വ അഖൂൽ, ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അന മുഅജബ ഫീക്ക്, ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന്. ബസ് മുസ്തഹിയ, പക്ഷേ ഞാൻ ലജ്ജിക്കുന്നു, എനിക്ക് നാണമാണ്. ഈ സംസാരത്തിൽ ഉപയോഗിച്ച പദപ്രയോഗങ്ങൾ, പദങ്ങളും അതിൻ്റെ പ്രയോഗങ്ങളും ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഫീ ഷഖ്സ്, ഒരു വ്യക്തിയുണ്ട്. ആ ഫീ എന്നതിന് ഇൽ എന്നാണ് സാധാരണഗതിയിൽ അർത്ഥം. ഫിൽ ബെയ്ത്ത്, വീട്ടിൽ. ഇൽ എന്ന അർത്ഥത്തിനാണ് ഫീ ഉപയോഗിക്കാറുള്ളത്. പലപ്പോഴും ഫീ എന്നത് കൊളോക്കൽ അറബിയിൽ, സംസാര അറബിയിൽ ഉണ്ട് എന്നതിനും ഉപയോഗിക്കാറുണ്ട്. ആ അർത്ഥമാണ് ഫീ ഷഖ്സ്, ഒരു വ്യക്തിയുണ്ട്. അന മുഅജബ ഫീ, ഞാൻ ഇഷ്ടപ്പെടുന്ന. ഇവിടെ ഈ വ്യക്തി എന്ന അർത്ഥത്തിന് ഷഖ്സ് എന്നാണ്, ഷഖ്സ് എന്നാണ്. അതിൻ്റെ ബഹുവചനം അഷ്ഖാസ്, അഷ്ഖാസ്, വ്യക്തികൾ. അപ്പോൾ ഫീ ഷഖ്സ്, ഒരു വ്യക്തിയുണ്ട്. അന മുഅജബ ഫീ, ഞാൻ ഇഷ്ടപ്പെടുന്ന. ഇവിടെ അന എന്ന് പറഞ്ഞാൽ ഞാൻ, മുഅജബ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന, അതായത് അദ്ദേഹത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഇവിടെ അന എന്ന് പറഞ്ഞാൽ ഞാൻ, നമുക്കറിയാം. മുഅജബ ഫീ എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന. മുഅജബ എന്ന പദമാണ് ഇവിടെ ഇഷ്ടപ്പെടുന്ന എന്നതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഇഷ്ടം എന്നതിന് മുഹബ്ബത്ത് എല്ലാവർക്കും അറിയാം. ഏകദേശം പ്രചാരം സിദ്ധിച്ചൊരു വാക്കാണത്, മുഹബ്ബത്ത്, ഹുബ്ബ്. ആ പദമല്ല സാധാരണ നീ ഇഷ്ടപ്പെട്ടോ എന്നതിന് അറബികൾ ഉപയോഗിക്കാറുള്ളത്. ലിറ്ററേച്ചർ അറബിയിൽ അത് ഉപയോഗിക്കാറുണ്ടെങ്കിലും പലപ്പോഴും പല പ്രദേശങ്ങളിലും സംസാര അറബിയിൽ ഈ പ്രേമം, ലവ് എന്നതിനൊന്നും ഹുബ്ബ് എന്ന് അങ്ങനെ സംസാര അറബിയിൽ ഉപയോഗിക്കാറില്ല. അതിന് മാത്രമല്ല, ഇപ്പോൾ ഒരു ഫിലിം കണ്ടു. ഇപ്പോൾ ആ ഒരു ഫിലിം കണ്ടതിന് ശേഷം നിനക്കിഷ്ടമായോ എന്ന് നമ്മൾ ചോദിക്കുന്നതിന് അവിടെ ഹുബ്ബ് എന്നതല്ല ഉപയോഗിക്കാം. എനിക്കിഷ്ടപ്പെട്ടു എന്നതിനും പറയുന്നത് അജബ്ത്, നീ ഇഷ്ടപ്പെട്ടോ, അജബ്തക്, നിനക്കിഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്ന ആ അജബ് എന്ന ഒരു ക്രിയയാണ് അവിടെ ഉപയോഗിക്കാറുള്ളത്. അതാണ് ഇവിടെയും ആ അറബി സ്ത്രീ ഉപയോഗിച്ചിട്ടുള്ളത്. ഫീ ഷഖ്സ് അന മുഅജബ ഫീ. ഉദ്ദി, ഞാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. അത്തസൽ അലൈ, അദ്ദേഹത്തിന് വിളിക്കാൻ, ഫോൺ ചെയ്യാൻ. ഇവിടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് അർത്ഥം. അതുതന്നെയാണ് അബ്ഗ എന്ന് പറയുന്ന മറ്റൊരു ശൈലി. അവിടെ വേണമെങ്കിൽ ഉരീദ്, ഞാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറയാം. പക്ഷേ ഈ ബുദ്ധി എന്നത്
ചില പ്രദേശങ്ങളിലൊക്കെ പ്രചാരം സിദ്ധിച്ചൊരു വാക്കാണ്. ബഗ എന്നും ഉരീദ് എന്നും പറയുന്നവരും ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ബുദ്ധി. ഞാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. അത് ചില ആളുകൾ ബഗൈത്ത് എന്ന് പറയും. അബുഗ എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചുകൊണ്ട് ബഗൈത്ത്. അത്തസൽ അലൈ, അദ്ദേഹത്തെ വിളിക്കാൻ. ഇത്തിസാൽ, കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഫോൺ വിളിക്കാൻ എന്നാണ് അർത്ഥം. അതായത് ഇത്തിസാൽ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ആണ്. അതിൽ നിന്നുള്ളതാണ് അത്തസൽ അലൈ. അപ്പോൾ ഉദ്ദി അത്തസൽ അലൈ, ഞാൻ അദ്ദേഹത്തെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. വ അഗൂൽ, പറയാനും. വ അഗൂൽ, അദ്ദേഹത്തെ വിളിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് ഉദ്ദി അത്തസൽ അലൈഹി വ അഗൂൽ, ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അന മുഅജബ ഫീക്ക്, ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നു. അന മുഅജബ ഫീക്ക്, ഞാൻ താങ്കളെ ഇഷ്ടപ്പെടുന്നു. ബസ് മുസ്തഹിയ, ബട്ട് ഐ ആം ഷായ്, പക്ഷേ എനിക്ക് നാണമാകുന്നു, ലജ്ജിക്കുന്നു. ബട്ട് ഐ ആം ഷായ്, ബസ് മുസ്തഹിയ. ഈ ബസ് എന്നതിന് ചിലപ്പോൾ ഓൺലി എന്ന അർത്ഥത്തിന് ബസ് എന്ന് പറയാറുണ്ട്, ചിലപ്പോൾ ബട്ട് എന്ന അർത്ഥത്തിന് പറയാറുണ്ട്. അതാണ് ഇവിടെ ബട്ട് ഐ ആം ഷായ് എന്നാണ് അതിൻ്റെ അർത്ഥം. ബസ് അന മുസ്തഹിയ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനുമുള്ളത്, ഇതിൽ ഉപയോഗിച്ച പദങ്ങൾ, ആ പദപ്രയോഗങ്ങൾ, ശൈലികൾ എന്നിവയാണ്. ഇതൊരു സ്ത്രീയുടെ സന്ദേശമായതുകൊണ്ട് തന്നെ അന മുഅജബ ഫീ എന്നാണ് പറയുന്നത്. അവിടെ ഒരു പുരുഷനാണ് സംസാരിക്കുന്നതെങ്കിൽ അന മുഅജബ് എന്നാണ് ഉപയോഗിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്.